പോലീസ് സ്റ്റേഷന് മുന്നിൽ പൊരിഞ്ഞ അടി. കോൺഗ്രസിന്റെ പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗമാണ് ശ്രീനാദേവി കുഞ്ഞമ്മ. ശ്രീനാദേവി കുഞ്ഞമ്മ 2025 അടൂർ പോലീസിൽ ഒരു പരാതി നൽകി. തന്നെ യൂട്യൂബിൽ കൂടി ഒരാൾ നിരന്തരമായി അപമാനിക്കുകയാണ്. മഞ്ചേരി സ്വദേശിയായിട്ടുള്ള 48-കാരൻ രാജൻ ജോസഫ്. ഇദ്ദേഹം തനിക്കെതിരെ നിരന്തരമായി അശ്ലീലം ചുവയോടുകൂടിയുള്ള പരാമർശങ്ങൾ നടത്തുന്നുവെന്നായിരുന്നു പരാതി. ശ്രീനാദേവി കുഞ്ഞമ്മയുടെ ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ അടൂർ പോലീസ് FIR രജിസ്റ്റർ ചെയ്തെങ്കിലും തുടർ നടപടികളൊന്നും ഉണ്ടായില്ല. ഇതോടുകൂടി രാജൻ ജോസഫ് തുടർച്ചയായി ശ്രീനാദേവി കുഞ്ഞമ്മയെ അപമാനിക്കുന്ന തരത്തിലുള്ള വീഡിയോകൾ പോസ്റ്റ് ചെയ്യുകയായിരുന്നു എന്നാണ് അവർ പറയുന്നത്. പിന്നീട് 2026 ജൂൺ മാസത്തിൽ, അതായത് കഴിഞ്ഞ മാസത്തിൽ വീണ്ടും ശ്രീനാദേവി കുഞ്ഞമ്മ ഇതേ പരാതിയുമായി അടൂർ പോലീസിന്റെ അടുക്കലെത്തുന്നു. തന്നെ നിരന്തരമായി ഇയാൾ യൂട്യൂബിൽ കൂടി അപമാനിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ള പരാതി. ശ്രീനാദേവി കുഞ്ഞമ്മയുടെ ഈ രണ്ടാമത്തെ പരാതി പോലീസ് ഗൗരവമായി എടുത്തു. അതിനുശേഷം ഈ രാജൻ ജോസഫ് എവിടെ പോയി എന്നതിനെ സംബന്ധിച്ച് അന്വേഷണം ആരംഭിച്ചു. ഇയാൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് പോലീസ് FIR ഇട്ടത്. അതിനുശേഷം ഇയാളെ പോലീസ് തപ്പി നടന്നു. കഴിഞ്ഞ ദിവസം ഇയാൾ എറണാകുളത്ത് നിന്ന് പിടിയിലായി. അതിനുശേഷം ഇയാളെ അടൂർ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നപ്പോഴാണ് നാടകീയമായ സംഭവങ്ങൾ അരങ്ങേറിയത്. ഇയാളെ അടൂർ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നു എന്ന് അറിഞ്ഞ് അവിടെ കൃത്യമായി പറഞ്ഞാൽ റവന്യൂ ടവറിന് സമീപം, പോലീസ് സ്റ്റേഷൻ അടുത്ത് തന്നെയാണ് ഈ റവന്യൂ ടവർ, അവിടെ ഏതാണ്ട് 20ഓളം വരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തടിച്ചുകൂടി. എന്നിട്ട് ഈ രാജൻ ജോസഫിനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയപ്പോൾ ഈ 20 പേർ ചേർന്ന് ഇയാളെ കൂട്ടം കൂടി ആക്രമിച്ചു എന്നാണ് ഇപ്പോൾ ഉയരുന്ന പ്രധാനപ്പെട്ട പരാതി. ആ ഒരു സംഘർഷത്തിൽ പോലീസിന് പരിക്കേറ്റു. ഒരു പോലീസ് ഉദ്യോഗസ്ഥന് മൂക്കിന് പരിക്കേറ്റു എന്നാണ് പറയുന്നത്. അത് കാര്യമായിട്ടുള്ള പരിക്കല്ല, മറിച്ച് പോലീസ് ഇപ്പോൾ ഈ 20 പേർക്കെതിരെ, കണ്ടാൽ അറിയാവുന്ന 20 പേർക്കെതിരെ പോലീസ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ പോലീസ് പറയുന്നത് ഇയാളെ നിയമത്തിന്റെ മുന്നിലേക്ക് തന്നെ കൊണ്ടുവരും. ശ്രീനാദേവി കുഞ്ഞമ്മയുടെ ഈ പരാതി പരിശോധിച്ചു വരികയാണ്. വിശദമായി തന്നെ നിയമ നടപടികൾ ഉണ്ടാകുമെന്നാണ്. എന്നാൽ ഈ അടൂർ പോലീസ് സ്റ്റേഷൻ ഉണ്ടായ സംഘർഷവുമായി ശ്രീനാദേവി കുഞ്ഞമ്മ പറഞ്ഞത്, ആ സംഘർഷത്തെക്കുറിച്ച് ശ്രീനാദേവി കുഞ്ഞമ്മ പറഞ്ഞത്, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാൾക്ക് ഇങ്ങനെ സംഭവിക്കുന്നത് സ്വാഭാവികമാണ് എന്നായിരുന്നു ആ വാക്കുകൾ. കഴിഞ്ഞ സെപ്റ്റംബർ മാസം തൊട്ട് ഈ നിമിഷം വരെ ഏതാണ്ട് 25-ലധികം വീഡിയോസാണ് വൈറ്റ് സ്വൻ TV ന്യൂസ് എന്ന പേരിലൊരു യൂട്യൂബ് ചാനലും രാജൻ എന്ന പേരിലൊരു യൂട്യൂബറും സിബി എന്ന് പറയുന്ന മറ്റൊരാളും ചേർന്ന് എനിക്കെതിരെ സംരക്ഷണം ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ കേരളത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് 2016 മുതൽ നമ്മൾ നോക്കിയ സാമൂഹ്യ മാധ്യമങ്ങളിലും യൂട്യൂബിലും ഒക്കെ ഒരുപാട് ആക്റ്റീവായിട്ടുള്ള സമൂഹം വളർന്നു വരുന്നുണ്ട്. പ്രത്യേകിച്ചും യൂട്യൂബ് ചാനലുകളൊക്കെ കഴിഞ്ഞൊരു 7 years ആയിട്ട് അല്ലെങ്കിൽ 8 years ആയിട്ടാണ് പ്രബലമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 4ാം നെടുന്തൂണായിട്ട് നമ്മൾ കാണുന്ന മാധ്യമങ്ങൾ മുഖ്യധാരാ മാധ്യമങ്ങളായിട്ട് ആ നിലവാരത്തോടു കൂടി തന്നെ ഉയർന്നു വരുന്ന ചില യൂട്യൂബ് ചാനലുകളും യൂട്യൂബ് മാധ്യമങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് കേവലമായിട്ട് വരുമാനം നേടുക, എന്തു പറഞ്ഞുകൊണ്ടും വ്യൂവേഴ്സിനെ കൂട്ടുക, അതിലൂടെ വരുമാനം നേടുക, ആഹാരം കഴിക്കുക എന്ന് പറയുന്ന രീതിയിലുള്ള അത്തരത്തിലുള്ള ഒരു ശൈലി ചില ചാനലുകൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ടെങ്കിൽ, യൂട്യൂബ് പേജസ് മുന്നോട്ട് വയ്ക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിനെതിരെ നിയമ നടപടി സ്വീകരിക്കും. എന്നെ രാഷ്ട്രീയപരമായിട്ട് വിമർശിക്കുവാൻ ആർക്കും അധികാരമുണ്ട്, ആർക്ക് വേണമെങ്കിലും വിമർശിക്കാം. പക്ഷെ അത് രാഷ്ട്രീയപരമായിട്ടായിരിക്കണം, സത്യസന്ധമായിട്ടായിരിക്കണം. രാഷ്ട്രീയപരമായിട്ട് വിമർശിക്കുന്നതിന്റെ പേരിൽ എന്തെങ്കിലും അധികപ്പെട്ട് പറഞ്ഞാൽ പോലും അത് രാഷ്ട്രീയപരമാണ് എങ്കിൽ മറുപടി പറയാൻ നമ്മൾ തയ്യാറുമാണ്. പക്ഷേ അതിനെയൊക്കെ അപ്പുറത്തേക്ക് വ്യക്തിപരമായിട്ട് അങ്ങേയറ്റം തേജോവധം ചെയ്യുന്ന രീതിയിൽ സ്ത്രീത്വത്തെ അപമാനിക്കുക എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു കമന്റോ ഏതെങ്കിലും ഒരു വാചകത്തിന്റെയോ ഏതെങ്കിലും ഒരു വാക്കിന്റെയോ പേരിലല്ല, മറിച്ച് 10-15 മിനിറ്റ് വീഡിയോ, ദൈർഘ്യമുള്ള വീഡിയോസ്, ഏതാണ്ട് 20-ലധികം 25ഓളം വീഡിയോസ് ചെയ്തിടുക, അതിൽ ത്രൂ ഔട്ട് നമ്മളെ വ്യക്തിഹത്യ നടത്തുക, സ്ത്രീത്വത്തെ അപമാനിക്കുക എന്ന് പറയുന്ന
ആ വാക്കിന്റെ ബ്രോഡ് ഡെഫിനിഷനിലും നാരോ ഡെഫിനിഷനിലും കംപ്ലീറ്റ്ലി ഫിറ്റ് ആവുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളവരാണ് ഈ യൂട്യൂബേഴ്സ്. ഇപ്പോൾ ഈ ഒരു മാധ്യമങ്ങളെ കണ്ടുകൊണ്ട് ഞാൻ സംസാരിക്കുമ്പോൾ പോലും അവർ ഇതിനെ വിലയിരുത്തുക എങ്ങനെയാണെന്നറിയോ? എനിക്ക് ഇത്രയും ഒരു റീച്ച് കിട്ടി, എന്റെ ചാനൽ ഇത്രയും റീച്ച് കിട്ടി, അതിലൂടെ എനിക്ക് ഇത്ര കൂടി വരുമാനം ലഭിക്കും എന്ന് ചിന്തിക്കുന്ന നിലവാരത്തിലുള്ള മനോനിലവാരത്തിലുള്ള വ്യക്തികളാണ്. അത് അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ നിന്ന് വ്യക്തമാണ്. എനിക്കെതിരെ മറ്റു 2 സ്ത്രീകളുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുകയും ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയും അതിനെ തുടർന്ന് ആ ഫേസ്ബുക്ക് പോസ്റ്റ് റീച്ചായി എനിക്ക് അതിലൂടെ ഇത്രയധികം വ്യൂവേഴ്സിനെ കിട്ടി, എനിക്ക് വരുമാനം കിട്ടി എന്ന് ഏതാണ്ട് അഭിമാനത്തോടു കൂടി പറഞ്ഞുകൊണ്ട് വീണ്ടും ഒരു പോസ്റ്റ് ഇടുന്ന തരത്തിലുള്ള മനോവൈകല്യമുള്ള വ്യക്തികൾ. അപ്പോൾ ഇത്തരത്തിലുള്ളവർ എനിക്കെതിരെ എന്നല്ല ആർക്കെതിരെയാണെങ്കിലും രാഷ്ട്രീയപരത്തിന് അപ്പുറത്തേക്ക് വ്യക്തിപരത ഉണ്ടായാൽ, അതിൽ ഇത്രയധികം അധിക്ഷേപം ഉണ്ടായാൽ ഉറപ്പായിട്ടും നിയമം കുറച്ചുകൂടെ കർശനമാവുകയും നടപടി ഉണ്ടാവുകയും വേണമെന്ന് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് അത് അറിയില്ല. അയാൾ കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിൽ ഞാൻ CPIയുടെ ഭാഗമായി നിന്നിരുന്ന സമയത്താണ് ഇയാൾ എനിക്കെതിരെ ആദ്യമായിട്ടൊരു വീഡിയോ ചെയ്യുന്നത്. ആ വീഡിയോയിൽ കണ്ടന്റ് തന്നെ CPIയുടെ അന്നത്തെ ഒരു മുൻ ജില്ലാ സെക്രട്ടറിക്കെതിരെ ഞാൻ അഴിമതി ആരോപണം ഉന്നയിച്ചുകൊണ്ട് പരാതി കൊടുക്കുകയും അത് പാർട്ടി ശരിയാണെന്ന് കണ്ടെത്തി നടപടിയെടുക്കുകയും ഒക്കെ ചെയ്ത വസ്തുതയാണ്. അപ്പോൾ ആ ശരികൾ അവിടെ ശരിയായി തന്നെ നിലനിൽക്കെ അയാൾ ഒരു മികച്ച കമ്മ്യൂണിസ്റ്റ് ആണ് എന്നും നല്ലവനാണ് എന്നും പറഞ്ഞുകൊണ്ട് എന്നെ വളരെയധികം വ്യക്തിഹത്യ ചെയ്തുകൊണ്ട് മോശമാക്കിക്കൊണ്ട് വീഡിയോ ചെയ്താണ് ഇയാൾ ആദ്യം എനിക്കെതിരെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് അയാളെ ഞാൻ ആദ്യമായിട്ട് നേരിട്ട് കാണുന്നത് കഴിഞ്ഞ ദിവസം രാത്രി അടൂർ പോലീസ് സ്റ്റേഷനിൽ അറസ്റ്റ് ചെയ്ത് അയാളെ ലോക്കപ്പിൽ എത്തിയിരിക്കുമ്പോൾ അയാൾ ലോക്കപ്പിൽ നിലത്തിരിക്കുകയായിരുന്നു ഞാൻ ചെല്ലുമ്പോൾ. അന്നേരമാണ് ഞാൻ അയാളെ ജീവിതത്തിൽ ആദ്യമായിട്ട് നേരിൽ കാണുന്നത്. അപ്പോൾ അയാൾ കേവലം വരുമാനത്തിന് വേണ്ടിയിട്ടും എന്തെങ്കിലുമൊക്കെ രാഷ്ട്രീയപരമായിട്ടുള്ള വൈരാഗ്യങ്ങൾ ഉണ്ടാവും ഒരു പക്ഷേ അതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇങ്ങനെ നിലപാടെടുക്കുന്നത്. രാഷ്ട്രീയപരമായിട്ട് എനിക്കെതിരെ ഇത്ര വലിയൊരു ഗൂഢാലോചന ഉണ്ടാവാൻ എന്തായാലും CPIയുടെ ഭാഗമായിട്ട് അങ്ങനെ ഒരു വീഡിയോ ഉണ്ടായപ്പോൾ CPIയുടെ ആ നേതാവ് മാന്യനാണെന്നും ഞാൻ കുഴപ്പക്കാരിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും അതിൽ പൊളിറ്റിക്സ് ഉണ്ട്. അതിന് മുൻപും ചില യൂട്യൂബ് ചാനലുകളെ കൊണ്ട് ഇത്തരത്തിൽ സമാനമായ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അത്തരത്തിലൊരു ഡിസ്കഷനിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇതിൽ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം CPMന്റെ സംസ്ഥാന നേതൃത്വത്തിന്റെയും CPMന്റെ പ്രാദേശിക നേതൃത്വത്തിന്റെയും നിലപാട് ഈ പറയുന്ന യൂട്യൂബേഴ്സിനെതിരെ എന്താണ് എന്നവർ വ്യക്തമാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം CPMന്റെ ഒരു അടൂർ ലോക്കൽ കമ്മിറ്റി, അടൂർ ടൗൺ ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറിയും CPMന്റെ അടൂർ ഏരിയ കമ്മിറ്റി അംഗവുമാണ് ഈ പറയുന്ന രാജനെ ജാമ്യത്തിലെടുക്കുവാനായിട്ട് ഇന്നലെ അടൂർ പോലീസ് സ്റ്റേഷനിലെത്തിയത്. CPMന്റെ അടൂരെ പാർട്ടി വക്കീൽ അയാളുടെ ജാമ്യത്തിന് വേണ്ടി ഹാജരായി എന്നുള്ളത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. മറ്റൊന്നും കൊണ്ടല്ല, ഒരു പ്രൊഫഷനാണ്. ആസ് എൻ അഡ്വക്കേറ്റ് അത് ആർക്ക് വേണ്ടി ഹാജരായി എന്നുള്ളതിനെ കുറിച്ച് ചോദ്യം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ CPMന്റെ ടൗൺ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും CPMന്റെ അടൂർ ഏരിയ കമ്മിറ്റി അംഗവും വന്ന് ജാമ്യം എടുത്തിട്ടുണ്ട് എങ്കിൽ CPMന്റെ സംസ്ഥാന തലം മുതൽ പ്രാദേശിക തലം വരെയുള്ളവർ ഈ യൂട്യൂബേഴ്സിന് എതിരെയാണോ അനുകൂലമാണോ നിലപാടെടുക്കുന്നതെന്ന് വ്യക്തമാക്കണം. നമുക്കൊക്കെയും അറിയാം CPMന്റെ നേതാവും കണ്ണൂരെ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായിട്ടുള്ള ശ്രീമതി PP ദിവ്യ. ഈ PP ദിവ്യ കണ്ണൂര് കണ്ണപുരം പോലീസ് സ്റ്റേഷനിൽ രാജൻ ജോസഫിനെതിരെയും സിബി തോമസിനെതിരെയും പരാതി നൽകിയിട്ടുണ്ട്. ആ കേസിൽ FIR ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ അങ്ങേയറ്റം ഒരു രാഷ്ട്രീയപരമായിട്ട് അവർക്കുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ, കേസുകൾ, അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ, ആരോപണങ്ങൾ, വിമർശനങ്ങളല്ല. അതിനപ്പുറത്തേക്ക് ആ വ്യക്തിയെ സ്ത്രീ എന്നുള്ള നിലയിൽ അങ്ങേയറ്റം വ്യക്തിഹത്യ ചെയ്തുകൊണ്ട് സ്ത്രീത്വത്തെ അപമാനിച്ചുകൊണ്ടാണ് അവർ വീഡിയോ ചെയ്തിട്ടുള്ളത്. അതിനെതിരെ അവർ പരാതി കൊടുത്തിട്ടുണ്ട്. അതിലൊക്കെ അപ്പുറത്തേക്ക് ശ്രീ മുഹമ്മദ് റിയാസിനെയും ശ്രീ എളമരം കരീമിനെയും തമ്മിൽ ഏറ്റവും വികലമായ രീതിയിൽ അവർ തമ്മിലുള്ള ബന്ധം എന്താണ് എന്നുള്ള തരത്തിൽ വളരെ വികലമായി ചിത്രീകരിച്ച ഒരു വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലൊക്കെ ചെയ്ത ആൾക്കാരെ, മുഹമ്മദ് റിയാസും എളമരം കരീമും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അയാൾ പറഞ്ഞതിനെ അനുകൂലിക്കുകയാണോ CPMന്റെ അടൂര നേതൃത്വം എന്നുള്ളത് വ്യക്തമാക്കണം. CPMന്റെ സംസ്ഥാന നേതൃത്വവും പ്രാദേശിക നേതൃത്വങ്ങളും ഇത്തരത്തിലുള്ള യൂട്യൂബേഴ്സിന് വളം വെച്ചു കൊടുക്കുമ്പോൾ കേവലം കോൺഗ്രസ് പാർട്ടിക്കെതിരെ ചില വീഡിയോസ് എടുക്കുന്നു, ചില നിലപാടുകൾ സ്വീകരിക്കുന്നു, കോൺഗ്രസ് നേതാക്കന്മാരെ മുഴുവൻ അധിക്ഷേപിക്കുന്നു എന്ന് പറയുന്നത് ഈ അടുത്ത കാലത്തൊരു ട്രെൻഡായിട്ട് സൈബർ സഖാക്കൾ സ്വീകരിച്ചിട്ടുണ്ട് എങ്കിൽ തങ്ങളുടെ നേതാക്കന്മാരെ ഇവർ പറഞ്ഞതിനെക്കുറിച്ച് അനുകൂലിക്കുന്നു എന്നുകൂടി ഞാനത് കൂട്ടി വായിക്കേണ്ടി വരും. എനിക്ക് ബന്ധമുണ്ടോന്നോ? ഞാൻ ചോദിക്കുന്ന ഈ പറയുന്ന രാജൻ, സിബി എന്ന് പറയുന്ന 2 യൂട്യൂബേഴ്സ്, ഇവർ ചെയ്തിട്ടുള്ള വീഡിയോസ്, രാജൻ ജോസഫ് എന്ന് പറയുന്ന സ്വന്തം യൂട്യൂബ് ചാനലും വൈറ്റ് സ്വാൻ യൂട്യൂബ് ചാനലും ഇതിന്റെ കൺസേൺ ആയിട്ടുള്ള ഫേസ്ബുക്ക് അക്കൗണ്ടിലും ഫേസ്ബുക്ക് പേജിലും ഇവർ നിരന്തരമായിട്ടിടുന്ന ഫേസ്ബുക്ക് വീഡിയോസ് ഉണ്ട്. ഈ വീഡിയോസ് ഇപ്പൊ എല്ലാവരും ആരുമാണ്, ഏതെങ്കിലും ഒരു ചാനലിന് ധൈര്യമുണ്ടോ ആ വീഡിയോ സംപ്രേഷണം ചെയ്യാൻ? അതിലെ കണ്ടന്റ് അതേപോലെ സംരക്ഷണം ചെയ്യാൻ, ഏതെങ്കിലും ഒരു വീഡിയോ പൂർണ്ണമായി സംരക്ഷണം ചെയ്യാൻ അല്ലെങ്കിൽ ഭാഗികമായി സംരക്ഷണം ചെയ്യാൻ ഈ ഉള്ള ഏതെങ്കിലും ചാനലുകൾക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും ധൈര്യമുണ്ടോ? സംരക്ഷണം ചെയ്യാൻ സാധിക്കുമോ? അപ്പൊ അത്തരത്തിലൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് എങ്കിൽ അങ്ങനെയുള്ളവർ അടൂരെത്തിയാൽ ചിലപ്പോൾ 2 അടി കിട്ടിയെന്നിരിക്കും, സ്വാഭാവികമാണ്. അതിന്റെ പുറകിൽ ആരാണെങ്കിലും തല്ല് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരവരുടെ ചെയ്ത പ്രവൃത്തിയുടെ ഫലമായിട്ടാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ യൂത്ത് കോൺഗ്രസോ KSO ഉണ്ടോ എന്നൊക്കെ ആരോപിക്കുമ്പോൾ എനിക്ക് വിഷമമുണ്ട്. DYFIയുടെ നേതാക്കന്മാരെ, CPMന്റെ നേതാക്കന്മാരെ ഇത്രയും പറഞ്ഞിട്ട് അതിൽ DYFIയോ CPMോ ഇല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കുറവായിട്ട് മാത്രം വിലയിരുത്തണമെന്ന് ഞാൻ വിചാരിക്കുന്നു. രാജൻ ജോസഫിനെ അറസ്റ്റ് ചെയ്ത ദിവസം തന്നെ സീനാദേവി കുഞ്ഞമ്മ FB-യിൽ ഒരു പോസ്റ്റ് ഇട്ടു.
പത്തനംതിട്ടയുടെ പ്രകൃതി ഭംഗി ആസ്വദിച്ച് അടൂരിന്റെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി യൂട്യൂബർ രാജൻ. വെല്ലുവിളികളുടെ ഒറ്റമുറി മൊബൈൽ ലോകത്ത് നിന്ന് റിയാലിറ്റിയുടെ സ്പന്ദനങ്ങൾ പേറുന്ന അടൂർ പോലീസിന്റെ അറസ്റ്റ് നടപടികൾ പൂർത്തിയാക്കുന്നു. അടൂരിന്റെ മണ്ണിൽ രാജന് ഊഷ്മളമായ സൽക്കാരം ഒരുക്കിയ പ്രിയപ്പെട്ടവർക്ക് ഹൃദയ അഭിവാദ്യങ്ങൾ. യൂട്യൂബർ രാജനെ ഇനിയും വരില്ലേ അടൂരിലേക്ക് എന്നായിരുന്നു ആദ്യത്തെ പോസ്റ്റ്. രണ്ടാമത്, ഒരു ദിവസം മുൻപ് സീനാദേവി കുഞ്ഞമ്മ, അതായത് രാജൻ ജോസഫ് അറസ്റ്റിലാകുന്ന ദിവസം തന്നെ വീണ്ടും ഒരു പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്. അവിഹിത കഥകൾ സൃഷ്ടിച്ച് വീഡിയോകളാക്കി ദുഷിച്ച നാവിലൂടെ അത് സമൂഹ മാധ്യമങ്ങളിൽ വിറ്റ് വരുമാനം നേടി അതേ വായ കൊണ്ട് രക്ഷിച്ചുകൊണ്ടിരുന്ന യൂട്യൂബ് മാലിന്യം രാജൻ അറസ്റ്റിലായി. എന്നെ അറസ്റ്റ് ചെയ്യൂ എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന രാജൻ, അടൂർ പോലീസ് ഇന്നലെ വൈകുന്നേരം എറണാകുളത്ത് നിന്ന് അയാളെ അറസ്റ്റ് ചെയ്തു. ഇന്നലെ രാത്രി 10:30 അടൂർ പോലീസ് സ്റ്റേഷനിൽ എത്തി ഞാൻ ആ മാലിന്യത്തെ നേരിട്ട് കണ്ടു. ക്ലോസറ്റ് സൗകര്യമുള്ള ലോക്കപ്പ് മുറിയിൽ സമാനമായ വായോടുകൂടി ജീവിക്കുന്ന ടിയാൾ നിലത്ത് ഇരിപ്പുണ്ടായിരുന്നു. 2 വാക്കുകൾ സംസാരിച്ചു, പരിചയപ്പെട്ടു. ഞാൻ തിരികെ പോന്നു. ഇന്നലെ ലോക്കപ്പിൽ നിലത്ത് കിടന്ന് ഉറങ്ങി എന്നറിയുന്നു. ഉറക്കം സുഖമായിരുന്നു എന്ന് ഉറപ്പാക്കിയിരുന്നു. അടൂരിൽ എന്ത് സുഖക്കുറവുണ്ടെങ്കിലും പരിഹരിക്കും. പത്തനംതിട്ട ബോർഡർ കടന്നാൽ രാജന്റെ സുഖകരമായ അക്കോമഡേഷൻ ഞങ്ങൾ ഉറപ്പിക്കുകയും ചെയ്തു. ഇതാണ് രാജൻ ജോസഫ് കസ്റ്റഡിയിൽ എന്ന് പറയുന്ന ഒരു പോസ്റ്റിനൊപ്പം തന്നെ സീനാദേവി കുഞ്ഞമ്മ എഴുതിയിരിക്കുന്ന അവരുടെ FB പോസ്റ്റ്. അതിന് മുൻപായിട്ടുള്ള ആദ്യത്തെ പോസ്റ്റിൽ ഇവർ രാജൻ ജോസഫിനെ അറസ്റ്റ് ചെയ്തു കൊണ്ടുവരുന്ന വിഷ്വലും കൊടുത്തിട്ടുണ്ട്. എന്തു തന്നെയായാലും യൂട്യൂബ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാധ്യമം എന്ന് പറയുന്നത് വായിൽ തോന്നുന്നതൊക്കെ വിളിച്ചു പറയാൻ കഴിയുന്ന ഒരു മാധ്യമമല്ല. അത് വളരെ ഉത്തരവാദിത്വത്തോടു കൂടി ചെയ്യേണ്ടുന്ന ഒരു പ്രവൃത്തിയാണ്. നമ്മുടെ കയ്യിൽ കൃത്യമായ തെളിവുകൾ ഉണ്ടായിരിക്കുക, ആ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം സംസാരിക്കുക, അല്ലാതെ വ്യക്തികളെ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിൽ നമ്മുടെ ഭാവനയ്ക്ക് അനുസരിച്ച് പറയുക, വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യം തീർക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും മാധ്യമങ്ങളെ, അത് യൂട്യൂബായാലും ശരി മറ്റേതെങ്കിലും തരത്തിലുള്ള മാധ്യമങ്ങളായാലും ശരി, ഒരു കാരണവശാലും നിയമപരമായി അനുവദിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം മാധ്യമങ്ങൾ ഉപയോഗിക്കുമ്പോൾ, ഏത് തരത്തിലുള്ള മാധ്യമങ്ങളാണെങ്കിലും വ്യക്തി വൈരാഗ്യം തീർക്കാനായി തെളിവുകളില്ലാതെ, തെളിവുകൾ ഉണ്ട് എങ്കിൽ അത് പറയുന്നത് ഒരുപക്ഷെ അയാൾ പറയുന്നത് എതിർ കക്ഷിക്ക് ഒരുപക്ഷെ തനിക്കെതിരായിട്ട് വ്യക്തിവൈരാഗ്യം തീർക്കാനാണ് എന്ന് തോന്നിപ്പോകും. പക്ഷെ തെളിവുകളുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തക എന്ന നിലയിൽ ഒരാൾക്കെതിരെ നമുക്ക് കൃത്യമായി തന്നെ വാർത്ത കൊടുക്കാവുന്നതാണ്. ഒരുപക്ഷെ ഇവിടെ രാജൻ ജോസഫിന് സംഭവിച്ചത് വായിൽ തോന്നുന്നത് വിളിച്ചു തെളിവുകളില്ലാതെ സ്വന്തം ഭാവനയ്ക്കനുസരിച്ച് അയാൾ കഥ മെനഞ്ഞതാവാം. അതുകൊണ്ടായിരിക്കണം ഇങ്ങനെ പോലീസ് ഈ ഒരു അറസ്റ്റിലേക്ക് നീങ്ങിയത്. അതേക്കുറിച്ചൊന്നും നമുക്കിപ്പോൾ കമന്റ് ചെയ്യാൻ കഴിയില്ല. കാരണം ഇതെല്ലാം തന്നെ നിയമത്തിന്റെ മുന്നിൽ നിൽക്കുന്ന കാര്യമാണ്. കോടതിയിലെത്തണം. കോടതിയാണ് അന്തിമമായി ഇതിൽ ശരിയേത് തെറ്റേത് എന്നതിനെ സംബന്ധിച്ചുള്ള അന്തിമ വിധി പറയേണ്ടത്. ഏതായാലും സീനാദേവി കുഞ്ഞമ്മയുടെ കുറെ വർഷങ്ങളായിട്ടുള്ള പരാതി പരിഹരിച്ചു എന്നുള്ളത് വളരെ ആശ്വാസകരമായ ഒരു കാര്യമാണ്. അവരൊരു സ്ത്രീയാണ്, മാത്രമല്ല അവരൊരു പൊതുപ്രവർത്തകയാണ്. ഒരു പൊതുപ്രവർത്തനത്തിൽ നിൽക്കുന്ന ഒരാൾക്കെതിരെ എന്തും വിളിച്ചു പറയാം, തെളിവുകളില്ലാതെ എന്തും വിളിച്ചു പറയാം, വ്യക്തിപരമായി അധിക്ഷേപിക്കാം എന്ന് കരുതുന്നവരുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു പാഠമാണ്. കാരണം സീനാദേവി കുഞ്ഞമ്മയുടെ ഒരു നിരന്തരമായിട്ടുള്ള ഒരു നിയമ പോരാട്ടമാണ്, ഒരു സ്ത്രീ എന്ന നിലയിലുള്ള ഒരു പോരാട്ടമാണ്. ഒപ്പം തന്നെ അവരൊരു പൊതുപ്രവർത്തക എന്ന നിലയിലുള്ള ഒരു പോരാട്ടമാണ് അവർ കഴിഞ്ഞ 1 വർഷമായി നടത്തിക്കൊണ്ടിരുന്നത്. ഇനി രാജൻ ജോസഫ് പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ, അതല്ല എങ്കിൽ അയാൾ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് തീർച്ചയായിട്ടും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇനി തുടർന്നുള്ള നടപടികളാണ്. ഇത് അയാളുടെ പറഞ്ഞ വീഡിയോകൾക്ക് അനുസൃതമായിട്ട് അയാളുടെ കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ടോ? തെളിവുകളാണല്ലോ കോടതിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്, തെളിവുകളാണ്. അല്ലാതെ ഈ വായിട്ടലയ്ക്കുന്നത് പോലെ കോടതി പോയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. കോടതിയിൽ രാജൻ ജോസഫിന് തൻ്റെ പക്കൽ താൻ ആരോപിച്ചിട്ടുള്ള ഈ പറയുന്ന എന്തെങ്കിലും തരത്തിലുള്ള വിഷയങ്ങളിൽ അദ്ദേഹത്തിന്റെ പക്കൽ തെളിവുണ്ടെങ്കിൽ അദ്ദേഹത്തെ ഹാജരാക്കി നിയമ നടപടികൾക്ക് പോകാവുന്നതാണ്. അതുകൊണ്ട് നമുക്കിവിടെ ഒരു അന്തിമമായിട്ടുള്ള വിധി കൽപ്പിക്കാൻ കഴിയില്ല. ഇന്ന് സംഭവിച്ച കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത്. സീനാദേവി കുഞ്ഞമ്മയുടെ പരാതി എന്തായിരുന്നു, അതിനെ തുടർന്ന് പോലീസ് എന്നുള്ള നടപടിയെടുത്തു, പോലീസ് സ്റ്റേഷനിലേക്ക് രാജൻ ജോസഫിനെ അറസ്റ്റ് ചെയ്തു കൊണ്ടുവന്നപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു എന്നത് മാത്രമാണ് നമ്മൾ പറഞ്ഞത്. ബാക്കിയെല്ലാം തന്നെ നിയമത്തിന് മുന്നിലാണ് നിലവിലുള്ളത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ
ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.